വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, പശ്ചിമേഷ്യ വീണ്ടും യുദ്ധത്തിലേക്ക് എന്നുള്ളതാണ്. ഇറാൻ അമേരിക്കയുടെ അമേരിക്ക ഇറാന്റെ പടക്കപ്പൽ ആക്രമിച്ച് പിടിച്ചെടുക്കുന്നു. ചരക്ക് കപ്പൽ ആക്രമിച്ച് പിടിച്ചെടുക്കുന്നു. അതിൻ്റെ എഞ്ചിൻ റൂം അടക്കം തകർത്തുകൊണ്ടാണ് അമേരിക്കയുടെ നീക്കമുണ്ടായിരിക്കുന്നത്. തങ്ങളുടെ ഉപരോധം ലംഘിച്ച് ഹോർമുസിലൂടെ മുന്നോട്ട് പോയ കപ്പലാണ് പിടിച്ചെടുത്തതെന്ന് ട്രംപ് വ്യക്തമാക്കിയ പശ്ചാത്തലം കൂടിയുണ്ട്. വെടിവെച്ച് കപ്പൽ പിടിച്ചെടുക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ട സാഹചര്യം നിർണായകം ആണ്. ഹോർമുസ് കടലിടുക്കിലൂടെ നീങ്ങിയ ചരക്ക് കപ്പലിന്റെ എഞ്ചിൻ റൂം തകർത്താണ് US സൈന്യം കപ്പൽ കസ്റ്റഡിയെടുത്തത്. കപ്പൽ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും നിർണായകമായ ഒരു സാഹചര്യമാണ്. ഇറാന്റെ തുറമുഖങ്ങൾ ലക്ഷ്യമാക്കി US പടക്കപ്പലുകൾ കടലിൽ നിലയുറപ്പിച്ചിരിക്കുന്നു എന്ന നിർണായക വിവരം കൂടി വരുന്നുണ്ട്. നമുക്കറിയാം, ഇറാനെതിരെയുള്ള അമേരിക്കയുടെ ഉപരോധം ഹോർമുസിൽ തുടരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്ത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയായി മാറുന്നു. ഇതടക്കം വലിയ ഭീതി ഹോർമുസുമായി ബന്ധപ്പെട്ട് ലോകത്തെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അജയ്, ഇത് ചില്ലറ പ്രകോപനമല്ല. ഒരുപക്ഷെ ഈ ഹോർമുസിൽ ഇത്തരമൊരു നീക്കം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ആദ്യമായിരിക്കും. നേരത്തെ പല കപ്പലുകളെയും മുന്നറിയിപ്പുകൾ നൽകി തിരിച്ചുവിട്ട അമേരിക്കയാണ് ഇപ്പോൾ കപ്പലുകൾ നേരിട്ട് പിടിച്ചെടുക്കുന്നു. അതും ഇറാന്റെ ആ നിലയിലേക്ക് പോർമുഖം തുറന്നിരിക്കുന്നത്. രഞ്ജിത്ത്, ഒരു സംശയവുമില്ല, ഈ വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പ്രകോപനമാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇറാനിയൻ കപ്പലുകൾക്ക് മേലുള്ള അമേരിക്കൻ ഉപരോധം അത് ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഏപ്രിൽ 13-ാം തീയതിയാണ് അമേരിക്കൻ ഉപരോധം ഹോർമുസ് കടലിടുക്കിൽ ആരംഭിച്ചത്. അന്നു മുതൽ ഇന്ന് വരെ നിരവധി ഇറാനിയൻ കപ്പലുകളെ അമേരിക്ക തടഞ്ഞ് തിരിച്ചയക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. എന്നാൽ ആദ്യമായാണ് ഇറാന്റെ ഒരു ചരക്ക് കപ്പൽ അമേരിക്ക പിടിച്ചെടുക്കാൻ തയ്യാറായിരിക്കുന്നത്. ഇതിനെപ്പറ്റി ട്രംപ് ട്രൂത്ത് സോഷ്യൽ കുറിച്ചിരിക്കുന്നത്, ഈ ഇറാനിയൻ കപ്പലിന് നേരെ തങ്ങൾ ഒരു സന്ദേശം അയക്കുകയായിരുന്നു. അതായത് ഹോർമുസ് കടക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ കപ്പലിൽ ഞങ്ങൾ സന്ദേശം അയച്ചു. എന്നാൽ അവർ അത് അവഗണിച്ച് മുന്നോട്ട് വന്നത് കാരണമാണ് US ഇതിനെ ആക്രമിച്ച് പിടിച്ചെടുത്തതെന്നാണ് ട്രംപ് നിലവിൽ അവകാശപ്പെടുന്നത്. ഏതാണ്ട് 900 മീറ്ററോളം നീളമുള്ള ഒരു കൂറ്റൻ ചരക്ക് കപ്പൽ തന്നെയാണ് ഇറാന്റെ ഭാഗമായി ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുള്ളത്. US ഈ ചരക്ക് കപ്പലിന്റെ എഞ്ചിൻ റൂം തകർത്തതായിട്ടാണ് വിവരം. ഇപ്പോൾ നിലവിൽ ഈ കപ്പൽ US-ന്റെ കസ്റ്റഡിയിലാണ്. കപ്പലിൽ എന്തൊക്കെ സാധനങ്ങളാണ് കടത്താൻ ശ്രമിച്ചതെന്ന് US പരിശോധിക്കുകയാണെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഗൾഫ് ഓഫ് ഒമാനിൽ വെച്ചായിരുന്നു ഈ ആക്രമണം. ഈ ഗൾഫ് ഓഫ് ഒമാനിൽ നിന്ന് ഹോർമുസ് കടക്കാൻ ഈ കപ്പൽ ശ്രമിക്കുകയായിരുന്നു. ട്രംപ് പറയുന്നത്, നിരവധി തവണ മുൻപ് ഇറാൻ മേഖലയിലൂടെ പല ഇല്ലീഗലായിട്ടുള്ള പ്രവൃത്തികൾ നടത്തി വന്നിരുന്നു. അത്തരത്തിലുള്ള ഒരു കപ്പലാണോ ഇതെന്ന് തങ്ങൾ സംശയിക്കുന്നു. അപ്പോൾ അത് കാരണമാണ് ഈ കപ്പൽ പിടിച്ചെടുത്തതെന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഈ ഒരു കപ്പൽ പിടിച്ചെടുത്ത ഈ നീക്കത്തിന് പിന്നിൽ പല ലക്ഷ്യങ്ങളും ഉണ്ടെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് ഇറാനെ ഒരു വെടിനിർത്തൽ കരാറിന് പിന്നാലെ ഒരു സമാധാന കരാറിന് പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് US-ന്റെ നീക്കം എന്നതാണ് പലരും സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ ഇറാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി US-ന് താല്പര്യമുള്ള ഒരു കരാറിലേക്ക് ഇറാനെ എത്തിക്കുക. പക്ഷേ ഇത് ഇറാനെ ഇപ്പോൾ കൂടുതൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ടൗസ്ക എന്ന കപ്പലാണ് ഏതാണ്ട് ഒരു വിമാനവാഹിനി കപ്പലിന് സമാനമായി 900 അടി നീളവും വിമാനത്തോളം ഭാരവുമുള്ള ഒരു കപ്പലാണ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത് എന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ അമേരിക്കയുടെ കസ്റ്റഡിയിൽ ഇപ്പോൾ കപ്പൽ ഉണ്ട്. കപ്പൽ ഹോർമുസ് കടലിടുക്കിന് സമീപം US പ്രതിരോധം മറികടക്കാൻ ശ്രമിച്ചപ്പോഴാണ് പിടിച്ചെടുത്തത് എന്ന് ട്രംപ് അറിയിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. US സേനയുടെ USS സ്പ്രുവാൻസ് ആണ് ഒമാൻ കടലിടുക്കിൽ വെച്ച് ഈ കപ്പൽ പിടിച്ചെടുക്കുകയും മറ്റും ചെയ്തത്. മുന്നറിയിപ്പ് നൽകി ഇറാൻ ക്രൂ അത് തയ്യാറായില്ല. ആ മുന്നറിയിപ്പ് അതിനെ തുടർന്നാണ് കപ്പൽ പിടിച്ചെടുത്തത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ അമേരിക്കയുടെ വേർഷൻ അനുസരിച്ച് നിയമവിരുദ്ധമായ പ്രവർത്തികളിൽ നേരത്തെയും ഏർപ്പെട്ടിട്ടുള്ള ഒരു കപ്പലാണ് ഈ ടൗസ്ക എന്നുള്ളതാണ്. US-ന്റെ ഉപരോധ പട്ടികയിലുള്ള ടൗസ്ക ഇപ്പോൾ ആ കപ്പലിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഞങ്ങൾക്കാണ് എന്ന് പറയുന്നു. എഞ്ചിൻ റൂം തുളച്ചുകൊണ്ട് ഞങ്ങൾ അതിനെ തടഞ്ഞു എന്നാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കുന്നത്. അത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പോർമുഖം തുറക്കുകയാണ്. കപ്പൽ പിടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഗൗരവം ചെറുതല്ല. സ്വാഭാവികമായും തിരിച്ചടി ഉണ്ടാകും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത് എത്രത്തോളം ആണ് എന്നതുകൂടി അജയ് സുധാ ബിജു പറയും. അതായത് യുദ്ധത്തിന് തയ്യാറെന്ന് ഇറാൻ വ്യക്തമാക്കുകയാണ്. അതായത് ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ചയ്ക്ക് തങ്ങളില്ല എന്നും ഇറാൻ പറയുന്ന പശ്ചാത്തലം ഏറെ ഗൗരവമേറിയ ഒന്നാണ്. അമേരിക്കയുടേത്
വെടിനിർത്തൽ കരാർ ലംഘനമാണ് എന്ന് ഇറാൻ ആരോപിക്കുന്നു. സമാധാന ചർച്ചകളിൽ നിന്ന് അതിനാൽ പിന്മാറുകയാണ്. നമുക്കറിയാം മറ്റന്നാളാണ് ഇസ്ലാമാബാദിൽ വെച്ച് പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ സമാധാന ചർച്ചകൾ പ്രഖ്യാപിച്ചിരുന്നത്. അതിപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം സമാധാന ചർച്ച എന്ന് പറയുമ്പോൾ ഇരുപക്ഷത്തുമുള്ള ആളുകൾ വേണമല്ലോ. അതിൽ ഇറാൻ പങ്കെടുക്കില്ല എന്ന് പറയുമ്പോൾ ആ ചർച്ചയ്ക്ക് ഒരു പ്രസക്തിയുമില്ല. നാവിക ഉപരോധം പിൻവലിക്കണമെന്നാണ്. ഹോർമുസിലെ നാവിക ഉപരോധം പിൻവലിക്കാതെ ചർച്ചയ്ക്കില്ല എന്ന നിലപാടിലാണ് ഇറാൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. തങ്ങളുടെ പ്രതിനിധികൾ ഇറാനുമായി അടുത്ത ഘട്ട ചർച്ചയ്ക്കായി പോകുന്നു എന്ന ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഇറാനിലെ തസ്നീം ന്യൂസ് ഏജൻസി ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത്. ചർച്ചയ്ക്ക് സംഘത്തെ അയക്കില്ല എന്ന് ഇറാൻ അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നത്. അജയ്, ഇത് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ആദ്യഘട്ട ചർച്ച പരാജയമായിരുന്നു. വലിയ തല്ലും ബഹളവും ഒക്കെ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഉണ്ടായി എന്നാണ് മനസ്സിലായത്. രണ്ടാം ചർച്ചയിൽ ചില ശ്രമങ്ങൾ അല്ലെങ്കിൽ ധാരണകൾ ഉരുത്തിരിയുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതുകൂടി ഇല്ലാതാകുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഇറാൻ വിദേശകാര്യമന്ത്രിയൊക്കെ ഫോണിൽ വിളിച്ച് അനുരഞ്ജനത്തിന് തയ്യാറാകണമെന്ന് മറ്റും പറഞ്ഞു എന്നറിയുന്നു. പക്ഷെ അതിലൊന്നും കാര്യമില്ല എന്ന് തോന്നുന്നല്ലേ? ഈ സമാധാന ശ്രമങ്ങൾ ഇപ്പോൾ പൂർണ്ണമായി ഒരു അനിശ്ചിതത്വത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇപ്പോൾ ഈ ചർച്ചകൾ എന്നതിനെ സംബന്ധിച്ച് തന്നെ പല സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇറാൻ ഇക്കാര്യത്തെ സംബന്ധിച്ച് ഒരു ഔദ്യോഗികമായിട്ടുള്ള തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. നേരത്തെ തിങ്കളാഴ്ച ചർച്ചകൾ നടക്കുമെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ഈ വെടിനിർത്തൽ കാലയളവ് പൂർത്തിയാകുന്ന 22-ാം തീയതി, അതായത് മറ്റന്നാൾ ബുധനാഴ്ച ഈ ചർച്ചകൾ നടക്കുമെന്നുള്ള പല അഭ്യൂഹങ്ങളുണ്ടാകുന്നു. US-ന്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ഒരു തീയതി അവർ പറഞ്ഞിരുന്നില്ല. ആദ്യഘട്ടത്തിൽ പാകിസ്ഥാനാണ് കൃത്യമായിട്ടുള്ള മധ്യസ്ഥത വഹിച്ച് ഇത്തരമൊരു തീയതി നിശ്ചയിക്കുകയും ഇസ്ലാമാബാദ് ഈ ചർച്ചയ്ക്കുള്ള സ്ഥലമായി തിരഞ്ഞെടുക്കുകയും അമേരിക്കൻ ഇറാൻ പ്രതിനിധികൾ അവിടെ എത്തുകയും ചർച്ച നടത്തുകയും ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ പലതവണ പാകിസ്ഥാൻ ഒരു അനുനയത്തിന് ശ്രമിച്ചിരുന്നു. നേരത്തെ അസീം മുനീറൊക്കെ നേരിട്ട് ഇറാനിലേക്ക് എത്തി ഈ ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ടെലിഫോൺ വഴി സംസാരിച്ചിട്ട് നേരിട്ടെത്തി ചർച്ചകൾ നടത്തിയിട്ടും ഇറാനും അതുപോലെ തന്നെ അമേരിക്കയും ഒരു അനുനയത്തിന് വഴങ്ങുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയമാണെങ്കിലും കൃത്യമായ ഒരു തീയതി ഈ ചർച്ചയെ സംബന്ധിച്ച് പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ അവർ ഈ ഇപ്പോൾ ഇറാന്റെ ചരക്ക് കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ തങ്ങൾ ഈ ചർച്ചയിൽ നിന്ന് പിന്മാറുകയാണെന്നാണ് ഇറാൻ അറിയിക്കുന്നത്. ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചി വ്യക്തമാക്കുന്നത് അമേരിക്കയാണ് ഇസ്ലാമാബാദിൽ നടക്കാനിരുന്ന ഈ ചർച്ച പരാജയപ്പെടാൻ കാരണം. അമേരിക്ക കാരണമാണ് തങ്ങളിപ്പോൾ നിലവിൽ പിന്മാറുന്നത് എന്നും അബ്ബാസ് അറക്ചി അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല IRGC വലിയൊരു യുദ്ധപ്രഖ്യാപനം കൂടിയാണ് നടത്തിയിരിക്കുന്നത്. ഇറാൻ ഇനി യാതൊരുവിധ സഹകരണത്തിനും തയ്യാറല്ല, തങ്ങൾ അമേരിക്കയുമായി വേണമെങ്കിൽ യുദ്ധത്തിന് തയ്യാറാണ് എന്നതാണ് IRGC പുറത്തുവിട്ട ഒരു പ്രഖ്യാപനം. ഇറാന്റെ ഈ ചരക്ക് കപ്പൽ ആക്രമിച്ച് അവരുടെ എഞ്ചിൻ റൂം തകർത്ത് പൂർണ്ണമായി ഈ കപ്പൽ US കസ്റ്റഡിയിലെടുത്തതിനെ കടുത്ത പ്രകോപനത്തോടെയാണ് ഇറാൻ നോക്കിക്കാണുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.